ഹലോ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പൂരിയും ബാജിക്കറിയും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂരിയും ബാജിക്കറിയാണിത്. ബാജിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്താ വെച്ചാൽ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതായത് അപ്പം, ദോശ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ 3 പൊട്ടറ്റോസ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലി ഞാനിങ്ങനെ പിച്ചി കളയാണ്. ചൂടാറിയിട്ട് കളയുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ആ സ്കിന്നും കൂടെ വരും കേട്ടോ, ഈ തൊലിയുടെ കൂടെ തന്നെ. അത് കാരണം ഞാൻ ചൂടോടെ തന്നെയാണ് ഇത് പിച്ചി ഇപ്പോൾ കളയുന്നത്. അത് മാറ്റി വെച്ചിട്ടുണ്ട് മാഷ് ചെയ്തിട്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ടിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ടിട്ട് പൊട്ടിക്കുക കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സവാള നീട്ടത്ത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഈ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എനിക്കിത് നന്നായിട്ട് വെന്ത് ഉടയുന്ന സവാളയല്ല, കുറച്ച് കടിക്കാൻ കിട്ടുന്ന പോലത്തെ സവാളയാണ് ആവശ്യം. അതിൻ്റെ ഇടയിൽ ക്യാമറ എങ്ങോട്ടേക്കോ നീങ്ങിപ്പോയി കേട്ടോ. ഒരുവിധം വാടി വന്ന ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചവാസന പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചവാസന പോയി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസിലെ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ക്യാമറ ഒരു കയ്യിൽ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം തന്നെ അത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ക്യാമറ മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഇതിലേക്ക് നല്ല 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ആ ഒരു നല്ല കട്ടിയായിട്ടുള്ള കറിയാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാരണം ആ വെള്ളം അങ്ങ് തിളച്ച് വരുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ നമ്മുടെ ഉപ്പും കൂടെ സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബാജിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ബൈ.